ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷവായി ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. ആഗ്രഹം വരുമ്പോഴൊക്കെ പുറത്തു പോയി കഴിക്കൽ പോസിബിളും അല്ല. സോ നമുക്ക് സിമ്പിളായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ബൈ യൂസിങ് എയർ ഫ്രയർ. അതിനുവേണ്ടി ഞാനൊരു ബൾബ് ഗാർലിക്, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ജിഞ്ചർ, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ക്യൂമിൻ സീഡും ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, വലിയ ജീരകം എന്ന് പറയില്ലേ അതും. ഇനി നമ്മളെല്ലാവരുടെ കയ്യിലും ചെറിയ ജാർ ഉണ്ടാവില്ലേ മിക്സിയുടെ, ആ ജാറിലേക്ക് ഈ എടുത്ത് വെച്ച എല്ലാം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഗാർലിക്, ജിഞ്ചർ, ക്യുമിൻ സീഡ്, ജീരകം എല്ലാം ചേർത്ത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം. ഷവായൻ്റെ ഒതൻറ്റിക് ഫ്ലേവർ അല്ല ഞാൻ കാണിക്കുന്നത്, എൻ്റെ സ്റ്റൈൽ ഓഫ് ഷവായ മസാലയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം, ഫ്ലേവറിങ് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ക്രഷ് ചെയ്തെടുത്ത ജിഞ്ചർ ഗാർലിക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്ത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. വെള്ളം തീരെ ചേർക്കരുത്, ഇത് തന്നെ പേസ്റ്റായി അതിൽ തന്നെ സെറ്റായി വരും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടെക്സ്ചർ മാറും, അതുകൊണ്ട് ഞാനിതിൽ വെള്ളം തീരെ ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുത്തതാണിത്. ഈ അരച്ചെടുത്ത മിക്സിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാല ചേർക്കാൻ, ഞാൻ ഗരം മസാല ചേർത്ത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗറും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അയ്യോ, എന്നോട് മറന്നുപോയി, ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ഒലീവ് ഓയിലും കൂടി ചേർക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഹെൽത്തിയായി വേർഷൻ നോക്കുന്നത് കൊണ്ടാണ് എല്ലാം ഒലീവ് ഓയിലിൽ തന്നെ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. മാക്സിമം ഒലീവ് ഓയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡയറ്റിൽ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. നല്ല ഹെൽത്തി അല്ലേ? അപ്പോൾ നല്ലോണം എല്ലാം ജോയിൻ്റ് ആകുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ മസാലയിൽ എല്ലാം ജോയിൻ്റായി സെറ്റാക്കി വെക്കാം. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി സ്കിന്ന് കളഞ്ഞ ചിക്കനാണ് എടുക്കുന്നത്. വിത്ത് സ്കിന്ന് വേണമെങ്കിൽ എടുക്കാം, എനിക്ക് സ്കിന്ന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് വിത്തൗട്ട് സ്കിൻ എടുത്തത്. അപ്രോക്സിമേറ്റ്ലി 1 kg വെയിറ്റ് വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തത്, അല്ലെങ്കിൽ 1.2 kg വരുന്ന ചിക്കനും നമുക്ക് എടുക്കാം. ഞാനിവിടെ ചിക്കന് നല്ല ഡീപ്പായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാരണം എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ലോണം ഉള്ളുവരെ നല്ലോണം കുക്ക് ചെയ്ത് കിട്ടുകയും വേണം. മസാല നല്ല രീതിയിൽ ഉള്ളിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഡീപ്പായിട്ട് തന്നെ അതിന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാല ആ ഡീപ്പായി വരഞ്ഞ കട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വിധത്തിൽ തന്നെ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 8 മണിക്കൂർ മുമ്പേ മസാല വെച്ച് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാം. ഞാനിത് അങ്ങനെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ്, അതായത് തലേന്ന് ചെയ്ത് വെച്ച് പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടും നമുക്ക് മസാല ചെയ്ത് വെക്കാം. നല്ലപോലെ എല്ലാ ഗ്യാപ്പിലും ഫില്ല് ചെയ്യണം. ചിക്കൻ്റെ ഉള്ളിൽ വരെ കൈയിട്ട് മസാല വെച്ച് നല്ല സെറ്റ് ചെയ്ത് ഒരു പോട്ടിലേക്ക് മാറ്റി അതിനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 8 hours കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തപ്പോൾ ചിക്കൻ നല്ല മസാല പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പർ പോർഷനിലുള്ള മസാല ഒക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്, കാരണം എയർ ഫ്രയറിൽ ഡയറക്റ്റ് വെക്കുമ്പോൾ ഇതൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള എല്ലാ സാധനവും മാറ്റി വെക്കുക. അതിൽ വെച്ച എല്ലാ ഗാർലിക് പേസ്റ്റും മസാലയും മാറ്റി വേറൊരു ബൗളിലേക്ക് വെക്കുക. ഇനി ഈ ചിക്കന് ഡയറക്റ്റ് എയർ ഫ്രയറിലേക്ക് വെക്കുക. ചിക്കൻ്റെ ബാക്ക് സൈഡ്, അതായത് ബാക്ക് ബോൺ സൈഡ് മുകളിൽ വരുന്ന പോലെ വെക്കുക. ചിക്കൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആദ്യം ബാക്ക് ബോൺ സൈഡ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെക്കുന്നത്. ഏകദേശം 15 minutes ബാക്ക് സൈഡ് കുക്ക് ചെയ്യണം, പിന്നെ ഒരു 15 minutes ആണ് അപ്സൈഡ് ഡൗൺ ആക്കി ഫ്രണ്ട് സൈഡ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 200 ഡിഗ്രിയിൽ 30 minutes ആണ് ഫുൾ കുക്കിംഗ് ടൈം വെക്കുന്നത്. അപ്പോൾ 30 minutes 200 ഡിഗ്രിയിൽ ഒരു സൈഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 minutes എടുക്കാൻ. അപ്പോൾ ഓരോ 15 minutes കൂടുമ്പോൾ അത് നമ്മൾ തിരിച്ച് വെക്കും. അപ്പോൾ അതിനായി നമ്മൾ മാറ്റി വെച്ച മിക്സിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. 5 minutes കഴിയും തോറും നമ്മളിത് ബ്രഷ് ചെയ്ത് കൊടുക്കും, എന്നാലാണ് നല്ലപോലെ മൊരിഞ്ഞ് സെറ്റായി വരാൻ. ഇപ്പോൾ ഒരു 5 minutes കുറഞ്ഞ് 25 ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം എടുത്ത് നമ്മൾ ഈ മിക്സ് അതിന് മേലയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ബ്രഷ് ചെയ്യണം, കാരണം നമ്മൾ ഇതിൻ്റെ മിക്സ് ഫുള്ളും മാറ്റിയതല്ലേ. അപ്പോൾ എല്ലാ സൈഡും എത്തുന്ന പോലെ നല്ലപോലെ ബ്രഷ് ചെയ്ത് ഇതേപോലെ തന്നെ പിന്നെയും എയർ ഫ്രയറിലേക്ക് കയറ്റി ഒരു 5 minutes കൂടി കുറയുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇതേ പ്രോസസ്സ് ഏകദേശം 15 minutes ആകുന്നവരെ ഓരോ 5 minutes കുറയുമ്പോഴും പുറത്തെടുക്കുക, ബ്രഷ് ചെയ്യുക, വീണ്ടും കുക്ക് ചെയ്യുക, പുറത്തെടുക്കുക, ബ്രഷ് ചെയ്യുക, വീണ്ടും കുക്ക് ചെയ്യുക. അങ്ങനെ ഓരോ 5 minutes കുറയുമ്പോഴും ചെയ്ത് ഏകദേശം 15 minutes വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണം.
അതായത് നമ്മൾ ഈ എടുത്തു വെച്ച മസാല ഫുള്ളും ചിക്കനിലേക്ക് പിന്നെയും സെറ്റ് ചെയ്ത് കയറ്റുന്നതാണ് ഇത്. ഇനിയിപ്പോൾ ഏകദേശം 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നല്ലപോലെ ഫ്രൈ ചെയ്ത രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി അതിനെ നമ്മൾ അപ്സൈഡ് ഡൗൺ ആക്കുക. ബ്രസ്റ്റ് സൈഡ് മുകളിൽ വരുന്ന രീതിക്ക് വെച്ച് അതിലേക്ക് വീണ്ടും നമ്മൾ ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മിക്സ് ഇതിന് മുകളിൽ എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്ത് വീണ്ടും ഇതിനെ ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടി എയർ ഫ്രയറിലേക്ക് തന്നെ മാറ്റാം. അത് വീണ്ടും ഇതേപോലെ 5 മിനിറ്റ്സ് കുറയും തോറും എടുത്ത് ഇതേപോലെ മസാല ബ്രഷ് ചെയ്ത് വീണ്ടും 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം ബാക്കിയുള്ള 15 മിനിറ്റ്സും ഈ മുകൾ ഭാഗം തന്നെ നമ്മൾ ഇതേപോലെ ബ്രഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അത്രയും ജ്യൂസിയായി ഫ്ലേവർഫുള്ളായി കരിഞ്ഞു പോവാതെ നല്ല സെറ്റായി കിട്ടിയത് ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ മാത്രമാണ്. ഒറ്റ സെറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ മുകളിലുള്ള മസാല ഫുള്ളും കരിഞ്ഞ് ജ്യൂസി അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തപ്പോൾ ഇനി നല്ല ജ്യൂസി മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത് ടൈപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നത്. നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ എത്ര പ്രാവശ്യം അതിൽ മസാല ഫില്ല് ചെയ്യുന്നോ അത്രയും ഫ്ലേവർഫുള്ളാണ്. ഇതിപ്പോൾ നമ്മൾ ഷവായ നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 5 more മിനിറ്റ്സും കൂടിയാണ് ഉള്ളത്. ആ ടൈമും കൂടി വെച്ച് നല്ലപോലെ കുക്കായി കരിഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഫുൾ ടൈം ഫിനിഷ് ആകുന്നവരെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ എനിക്ക് നല്ല ജ്യൂസി സോഫ്റ്റായിട്ട് നല്ല ഷവായ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് പ്ലേറ്റ് ചെയ്യാണ്. പ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും അതിങ്ങനെ വിട്ട് വരാനുള്ള പൊസിഷനിലാണ് നിന്നിട്ടുണ്ടാകാൻ. നല്ല സോഫ്റ്റാണ്, ഹാർഡല്ല, നല്ല ജ്യൂസി ആയിട്ടോ ഉണ്ടാവാൻ. അപ്പം ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് സ്വതവേ വീക്കെൻഡ്സ് ഉണ്ടാക്കൽ. എനിക്ക് ഫ്രൈഡേ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫ്രൈഡേ സ്പെഷ്യൽ പോലെയാണ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടാവില്ലേ, അന്നത്തെ ദിവസം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയും. അപ്പോൾ ഇതുവരെ എൻ്റെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഹെൽത്തി ഷവായ റെസിപ്പിയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.